കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഈ പ്രളയമുണ്ടായ സമയത്ത്, അതായത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഭാഗങ്ങളിലൊക്കെ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ എം.എൽ.എമാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും, എം.എൽ.എമാരെന്ന് പറയാം, മന്ത്രിമാരുൾപ്പെടെ ഉണ്ട് അവിടെ. അപ്പൊ അവരൊന്നും കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളൊരു പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് കോന്നി എം.എൽ.എ ജനീഷ് കുമാർ, ജനീഷ് കുമാറിന്റെ ഒരു ആരോപണമാണ് കണ്ടത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പിന്നെ മന്ത്രി ഉറങ്ങുകയായിരുന്നു, അതായത് ഒരു പ്രവർത്തനത്തിനും മുന്നിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചില്ല, അല്ലെങ്കിൽ എന്താണ് ഈ പ്രളയം ഉണ്ടായപ്പോൾ എന്താണ് കാര്യങ്ങളൊന്നും ഏകോപിപ്പിച്ചില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ആരോപണം നടത്തിയതിന് പിന്നാലെ മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഇതിന് ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഇതിനിടയ്ക്ക് നടക്കുന്ന രാഷ്ട്രീയം എന്താണ് ശരിക്കും മനസ്സിലാവുന്നത്? കാരണം പ്രളയം 2018 നമ്മൾ പ്രളയം അനുഭവിച്ചതാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രളയം കഴിഞ്ഞ് അതിന് കാര്യങ്ങളൊക്കെ എല്ലാം സാധാരണ നിലയിലേക്ക് എത്തിയതിനു ശേഷമാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളും അങ്ങനത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾ പരസ്പരം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അപ്പൊ അതുവരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചളിവാരി എറിയുന്ന ഒരു രീതിയൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഇത് വന്നപ്പോൾ, ഇപ്പോഴത്തെ ഈ പ്രളയം വന്നപ്പോൾ 2026 പ്രളയത്തിൽ, പക്ഷേ തുടക്കം മുതൽ ആദ്യ ദിവസം എന്ന് വേണ്ട, ആദ്യ മണിക്കൂറുകൾ തൊട്ട് എന്താണ് നമ്മൾ കാണാൻ ആരോപണങ്ങളാണ് കാണുന്നത്. കാരണം സർക്കാർ അങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തില്ല, ഇത്രയും സൗകര്യങ്ങൾ എത്തിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ. എന്താണ് ഈ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അതൊരു നല്ല രീതിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒരു ദുരന്തം എവിടെ ഉണ്ടായാലും, അതിപ്പോ രാജ്യത്തുണ്ടായാലും സംസ്ഥാനത്തുണ്ടായാലും സർക്കാരുകളും പ്രതിപക്ഷവും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. 2018 ദുരന്തം വന്നപ്പോഴും, അല്ലെങ്കിൽ പ്രളയം വന്നപ്പോഴും, 2019 കോവിഡ് വന്നപ്പോഴും ഒക്കെ അല്ലെങ്കിൽ നമ്മൾക്കറിയാം, കേരളം ഒറ്റ മനസ്സോടുകൂടി, അല്ലെങ്കിൽ ഒരേ മനസ്സോടുകൂടി എല്ലാവരും നിന്നത് കൊണ്ടാണ്. പിന്നീടുണ്ടായ ആരോപണങ്ങൾ എന്ന് പറയുന്നത്, പിന്നീടുണ്ടായ ഇപ്പൊ ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടായാലും കോവിഡുമായി ബന്ധപ്പെട്ടൊക്കെ അത് പിന്നീടാണ് ഉണ്ടാകുന്നത്. ആ ഒരു സമയം നമ്മൾ കടന്നു പോകണം, അല്ലെങ്കിൽ ആ ഒരു സമയത്തല്ല ആരോപണം ഉന്നയിക്കേണ്ടത്. അത് രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയ മര്യാദയുമാണ്. CPM അല്ലെങ്കിൽ LDF അധികാരത്തിലിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന UDF ആ ഒരു രാഷ്ട്രീയ പക്വതയും മര്യാദയും കാണിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ആ സമയത്തുണ്ടായിരുന്നില്ല. പരമാവധി എന്താണോ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങൾ ചെയ്ത് ഒപ്പം നിൽക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നീട് പ്രതിപക്ഷത്തിന്റെ ചുമതല തന്നെയാണ് തെറ്റ്, അല്ലെങ്കിൽ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പറയുക, അതിന് മുൻപുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ ആ സമയത്തല്ല വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കേണ്ടത്. അല്ല, നമ്മൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ തവണ ഉണ്ടായത് മിന്നൽ പ്രളയമാണെന്ന് എന്നെ പറയാം. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഇത് പെട്ടെന്നാണ് ഉണ്ടായിരുന്നത്. അത് നമുക്കും അറിയാവുന്നതാണ്. ഒറ്റ ദിവസം എല്ലായിടത്തും ഇത് ഇങ്ങനെ ശക്തമായ മഴ ഉണ്ടായിട്ടില്ല. പക്ഷെ ചില ജില്ലകളിൽ മാത്രമാണ് പ്രത്യേകമായിട്ട് പെട്ടെന്നാണ് ഉണ്ടായത്. പെട്ടെന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നു. അല്ലാതെ ഇതിപ്പോ കുറേ ദിവസം മഴ പെയ്തിട്ട് ഡാമിൽ വെള്ളം ഉയർന്നു വരുന്നു, ഇപ്പൊ തുറക്കും എന്നുള്ളൊരു അനൗൺസ്മെന്റ് അങ്ങനെയൊന്നും അല്ല വന്നത്. അതിനുശേഷം ഡാം തുറന്നു, അതിനുശേഷം പ്രളയം ഉണ്ടാകുന്നത്, ഉരുൾപൊട്ടൽ, അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. ഇത് പെട്ടെന്ന് ഒരു ദിവസം അതെ, മാറി നിന്ന സാഹചര്യം. തീരെ മഴയില്ല, വെള്ളമില്ല, ഇവിടെ വൈദ്യുതി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മഴ പെയ്യുന്നു. അല്ലെങ്കിൽ ആ ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പകൽ കൊണ്ടോ അങ്ങനെയൊക്കെയാണ് ഈ പ്രളയത്തിലേക്ക് വന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും അതിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളതല്ലേ തോന്നുന്നു? അല്ല, രാഷ്ട്രീയ മര്യാദയാണ് ആരോപണങ്ങൾ ആരോപണങ്ങൾ. ഞാനിപ്പോ പറയുന്നത് ഒരു കാര്യവും പറയരുത് എന്നല്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷം എന്ന നിലയിൽ പറയണം. ഇപ്പൊ കോന്നിയിൽ അല്ലെങ്കിൽ പത്തനംതിട്ടയുടെ ചുമതലയുള്ള മന്ത്രി എന്ന് പറയുന്നത് PC വിഷ്ണുനാഥാണ്. അപ്പൊ വിഷ്ണുനാഥിന് എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ അത് വിമർശിക്കാം, അത് പറയാം. അത് പക്ഷെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് സർക്കാർ അത് ചെയ്തില്ല, PC വിഷ്ണുനാഥ് ഇവിടെ വന്ന് ഉറങ്ങുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അദ്ദേഹം ഉറങ്ങുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ ചാനലുകൾ അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വിഷ്ണുനാഥ് അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നുണ്ട്, പല ക്യാമ്പുകളിൽ പോകുന്നുണ്ട്, കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ അബിൻ വർക്കി അടക്കമുള്ള ആളുകളുടെ പോസ്റ്റുകളിൽ രാത്രി വിഷ്ണുനാഥുമായുള്ള ചർച്ചകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടതാണ്. അപ്പോ MLA-ക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം വളരെ വൈകാരികമായി ആരോപണം ഉന്നയിച്ച ആളുടെ ഒപ്പം തന്നെയുള്ള ഫോട്ടോ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം വിഷ്ണുനാഥ് തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ആദ്യമൊന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. ഞാൻ അത് ഒരുപാട് സമയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചില്ല. വളരെ എന്താണ്, ഒരുപാട് തവണ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അദ്ദേഹം ഒന്നും മറുപടി പറയുന്നില്ല. ഞാൻ ചിന്തിച്ചത് എന്താണ് ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മറുപടി പറയണല്ലോ. പക്ഷെ കഴിഞ്ഞ ദിവസമാണ്, എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെയാണ് ഏകദേശ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി, ഏകദേശം മഴയിലൊക്കെ മാറ്റം വന്നു. ഒരു എന്താണ് സമാധാനത്തോടു കൂടി മന്ത്രിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇന്നലെയൊക്കെ ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്,
ഞാനും ഈ കോന്നി MLA കൂടി ഒരുമിച്ച് പോയ ചിത്രം കാണിക്കാം. അദ്ദേഹം എന്നെ അല്ല വിളിച്ചത്, ഞാൻ അങ്ങോട്ടാണ് വിളിച്ചത്. പിന്നെ വെല്ലുവിളിക്കുന്ന പോലെ പറഞ്ഞു, തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യത്വപരമായി ഞാൻ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറയുന്നു. രാഷ്ട്രീയമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കാം, കാര്യങ്ങൾ പറയാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ രാഷ്ട്രീയ മര്യാദയുണ്ട്, ഒരു പക്വത കാണിക്കണം, മനുഷ്യത്വമില്ലാത്ത രീതിയിൽ സംസാരിക്കരുത് എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത്. കാര്യം മന്ത്രി പറയുന്നത് ശരിയാണ്. ഇത്രയും ദിവസം ഇതിൽ പ്രതികരിച്ചില്ല, ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ തിരക്ക് കൊണ്ടാണ്. ഒപ്പം പോയ മന്ത്രി അല്ലെങ്കിൽ ഒപ്പം പോയി ക്യാമ്പ് സന്ദർശിച്ച മന്ത്രിക്കെതിരെ ആരോപണം പറയുമ്പോൾ ഏത് വിഷയത്തെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന CPM-ന്റെ ചിന്താഗതി മാറേണ്ട സമയം കഴിഞ്ഞു. എല്ലാ വിഷയത്തെയും വോട്ട് ബാങ്കുകളെയും രാഷ്ട്രീയം അല്ലെങ്കിൽ ഏത് വിഷയം വന്നാലും അതിനെ രാഷ്ട്രീയമായി ഇപ്പൊ വീണ വിജയന്റെമായി ബന്ധപ്പെട്ട ED കേസ് വന്നപ്പോ എന്താണ്, അതിനെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന് നോക്കി തിരിച്ചടി നേരിട്ടു. അതുപോലെ വല്ല ഒരു വിഷയം, ഒരു ദുരന്തം വരുമ്പോൾ അതിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങളും, അതായത് തെരഞ്ഞെടുപ്പ് തോറ്റത് മുതൽ ഓരോ കാര്യം എന്തൊക്കെ സംഭവിച്ചോ എല്ലാം CPM-ന് തിരിച്ചടിയായിരുന്നു. ഓരോന്ന് എണ്ണി പറയുകയാണെങ്കിൽ എല്ലാം CPM-ന് തിരിച്ചടിയുണ്ടാവും. നിയമസഭയിൽ തിരിച്ചടി വന്നു. ഓരോ ദിവസവും സതീശനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. എല്ലാം തിരിച്ചടിയായിട്ട് തന്നെ വരുന്നു CPM-ന്. വിദേശാഭിമാനിയുടെ പ്രശ്നം, മറ്റേ എല്ലാ കാര്യം, വിഴിഞ്ഞം പ്രശ്നം എല്ലാം തിരിച്ചടിയായിട്ട്, PM ശ്രീ എല്ലാം തിരിച്ചടിയായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ CPM-ന് ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം എന്താണുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വന്നു, ഇവിടെ ദുരന്തം ഉണ്ടാവുന്നു, ദുരന്തത്തിലേക്ക് കൃത്യമായ ഏകോപനമില്ലായ്മ അല്ലെങ്കിൽ സാധനങ്ങൾ എത്തിക്കുന്നില്ല എന്നുള്ള രീതിയിൽ 1 മണിക്കൂർ സംഭവം വെള്ളം പൊങ്ങി ദുരിതാശ്വാസ ക്യാമ്പിൽ എത്താനുള്ള ഒരു സമയമുണ്ട്. നമ്മളൊക്കെ അനുഭവിക്കുന്നതാണല്ലോ, പ്രളയം ഉണ്ടാകുന്ന വെള്ളം കയറുന്നതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എത്തി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുന്നു, അവിടെ എത്തുമ്പോഴേക്ക് സാധനങ്ങൾ ഓക്കെ ആവുന്നു എന്നുള്ളത് പലയിടത്തും എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഒരുമിച്ച് ചിലപ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. പല വില്ലേജ് ഓഫീസർമാരും അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥരും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇതിനു വേണ്ടിയിട്ട് അതാത് ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് മാധ്യമങ്ങൾക്കിടെ പോയി ചോദിക്കുകയാണ്, എത്തിയിട്ടില്ലേ, സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പെട്ടെന്ന് സാഹചര്യങ്ങൾ ഒരുക്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. ഏതോ ഒരു വാർത്തയിൽ കണ്ടു, ഭക്ഷണം കിട്ടിയിട്ടില്ല, രാവിലെ ഭക്ഷണം കിട്ടിയിട്ടില്ല, എത്ര 2 മണിക്കൂറായിട്ട് ഭക്ഷണം, അത്ര അങ്ങനെ കാണിച്ചു. അപ്പൊ തന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ആൾക്കാർ അവിടെ ഉണ്ട്, അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് കിട്ടാത്തതിന്റെ ഒരു 2 മണിക്കൂർ എങ്ങാണ്ട് ഗ്യാപ്പ് ഇട്ട് എങ്ങാണ്ട് കിട്ടിയതെന്ന് തോന്നുന്നു. അതിന്റെ ഒരു വാർത്തയിൽ അപ്പൊ തന്നെ വാർത്തയിലേക്ക് ബൈറ്റ് ആയിട്ട് കൊടുക്കുന്നു. അല്ല, രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ട ഒരു സമയമല്ല. പിന്നെ കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥ് എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞു. 1 മണിക്കും 2 മണിക്കും എന്റെ ബൈറ്റ് എടുത്ത മാധ്യമ പ്രവർത്തകർ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ മാധ്യമം ഏതെന്നോ മാധ്യമ പ്രവർത്തകരുടെ പേരെടുത്തോ പറയുന്നില്ല, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ ഉറങ്ങുകയായിരുന്നു. കാര്യം 1 മണിക്കും 2 മണിക്കും എന്റെ കൂടെ ഉറങ്ങാതെ നിന്ന് ബൈറ്റ് എടുത്ത മാധ്യമ പ്രവർത്തകരുണ്ട്. അപ്പോ വിഷ്ണു തന്നെ പറയുന്നുണ്ട്, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഉറങ്ങിയെന്ന് പറയുന്നത്. മനുഷ്യത്വപരമായിട്ടുള്ള പരാമർശങ്ങൾ പറയണമെന്ന്. മറുവശത്തൊന്ന് ചിന്തിക്കണം, CPM-ന് തിരിച്ചു വരാൻ അല്ലെങ്കിൽ CPM തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന CPM-ന് ഇതൊരു അവസരമായി എടുക്കാൻ. ഇങ്ങനെ ആയിരുന്നില്ല രാഷ്ട്രീയം ഇതിന് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ഒരു വീഴ്ച പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പ് ഏകോപിപ്പിക്കുന്നത് ശരിയായിട്ടല്ല എങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ബൈറ്റ് കൊടുക്കുന്നതിന് മുൻപ്, സോഷ്യൽ മീഡിയയിൽ അത് വിവാദമാക്കുന്നതിന് മുൻപ്, ആളുകളെ കൊണ്ട് ഓരോന്ന് സ്ക്രിപ്റ്റഡായി പറയുന്നതിന് മുൻപ് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് CPM-കാർ ആ ക്യാമ്പിനെ ഏറ്റവും നന്നായ രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ പറയാമായിരുന്നു. സർക്കാരിന് പാളിച്ച പറ്റിയപ്പോൾ പ്രതിപക്ഷത്തായിരുന്നു, ഞങ്ങൾ അവിടെ കോർഡിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് CPM-ന്റെ പ്ലസ് പോയിന്റ് ആയിരുന്നു. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെല്ലാം ഇപ്പൊ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നില്ലേ? അല്ല, ഈ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടതാണല്ലോ. ഇപ്പൊ നമ്മള് പാർട്ടി നോക്കിയിട്ടാണോ ഒരാളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ മതം നോക്കിയിട്ടാണോ, രാഷ്ട്രീയം നോക്കിയിട്ടാണോ ഒരാളെ അല്ലല്ലോ. അങ്ങനെയല്ല, നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ ഇപ്പൊ അതും പറഞ്ഞു PC വിഷ്ണുനാഥ്, ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രളയമാണ്, പെട്ടെന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്ന് കരുതി എന്റെ ജില്ലയിൽ നിന്ന്, കൊല്ലത്ത് നിന്ന് ഞാൻ മത്സ്യത്തൊഴിലാളികളെ വിളിച്ചിവിടെ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അദ്ദേഹം മന്ത്രിയാണ്, MLA ആണ്, മറ്റൊരു സ്ഥലത്ത് MLA ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരാണ്, അപ്പൊ അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. കോന്നി MLA-ക്ക് ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ജാതി നോക്കിയിട്ടല്ല സഹായിക്കുന്നത്. ഈ സഹായിക്കാൻ വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് രാഷ്ട്രീയം ഉണ്ടാകില്ല, അവർ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ CPM ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കോന്നി MLA എന്തിനാണ് ആരോപണം ഉന്നയിച്ചത്? സർക്കാരിനെ വെട്ടിലാക്കുക. അവിടെ അവർ രാഷ്ട്രീയമായിട്ടുള്ള ഇത് ഉപയോഗിക്കണം എന്നല്ലേ. സർക്കാരിന്റെ സഹായം കിട്ടണമെന്നവരെ കാത്തിക്കേണ്ട ആവശ്യമില്ല. ഇത് MLA-ക്ക് സഹായിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോ ഈ ആരോപണങ്ങളൊന്നും പറയാതെ MLA തന്നെ, സർക്കാരിന്റെ ഭാഗം തന്നെയാണല്ലോ. MLA ഭരണത്തിലില്ല എന്നല്ലേ ഉള്ളൂ. എന്നാലും
ഈ MLA ഇതിന് അതാണ്. ഉത്തരവാദിയാണ്, പക്ഷെ ജനപ്രതിനിധിയാണല്ലോ. അല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകുന്നു, സർക്കാരിന് വീഴ്ച പറ്റുന്നിടത്ത് ആ MLA ആക്റ്റീവായി അയാൾക്ക് നിൽക്കുകയാണെങ്കിൽ മൈലേജ് ആവും. അദ്ദേഹം ഒന്നും പറയണ്ട, അദ്ദേഹത്തിന് ഒരു ബൈറ്റ് പോലും ഇല്ലാതെ വേണ്ട, തന്നെ ജനങ്ങൾ ആരോപണങ്ങൾ മനസ്സിലാകും. ജനങ്ങൾക്ക് മനസ്സിലാകും, മാധ്യമങ്ങൾ തന്നെ അത് കവർ ചെയ്യുമായിരുന്നു. പക്ഷെ അല്ലാതെ അതൊന്നും മറ്റുള്ളവർ ചെയ്യാതെ ആരോപണം മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പിന്നെ പല വിഷയങ്ങളിലും PC വിശ്വനാഥ് എന്ന് പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയും, എന്നാൽ പോലും വളരെ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ഒരു ശരിയാണ്, വളരെ ശ്രദ്ധിച്ചറിയാം, അങ്ങനെ ആരെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല. ഇന്നലെ വേണമെങ്കിൽ ഈ വിഷയത്തെ ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇത് വേറൊരു തലത്തിലായിരിക്കും പോകാൻ പോകുന്നത്. പക്ഷേ വിഷ്ണുനാഥ് ഇന്നലെ വളരെ പക്വതയോടുകൂടി അദ്ദേഹം പറഞ്ഞ മറ്റൊരു ശൈലിയിലാണ്. എന്താണ് ഇങ്ങനെ അല്ല എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ എന്ത് പ്രതികരിക്കാനാണ്, ജനങ്ങളെല്ലാം കണ്ടതില്ലേ, നിങ്ങൾ 2-3 മണിവരെ എന്റെ ബൈറ്റ് എടുത്തതല്ലേ, മനുഷ്യത്വം ഇല്ലാതെ പറയുന്ന ആളുകളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കാനാണ്, രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോഴും ഒരു രാഷ്ട്രീയ മര്യാദ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ അതൊരു വൈകാരികമായ തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഈ വിഷയത്തിലെങ്കിൽ മുഖ്യമന്ത്രി മറ്റൊരു രീതിയിൽ പ്രതികരിച്ചേനെ. എന്തായാലും CPM രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നോക്കുന്നതെല്ലാം തിരിച്ചടിയാകുന്നുണ്ട്. രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുമ്പോൾ അത് സർക്കാരിനെതിരെ ആരോപണം തൊടുത്തു വിടുന്നതാണോ നല്ലത്, മറിച്ച് മറ്റെന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ജനങ്ങൾ എന്തായാലും കാണുമല്ലോ, നല്ല കാര്യം ചെയ്യുമ്പോൾ എന്തായാലും ജനങ്ങൾ കാണും. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കാണേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് മറ്റേ നേരിട്ട് സ്വന്തം കാര്യങ്ങൾ തന്റെ ഉത്തരവാദിത്വം താൻ തന്നെ ചെയ്യുകയല്ലാതെ മറ്റുള്ളവർ ചെയ്തില്ല എന്ന് പറഞ്ഞ ആരോപണം ഒരു ജനപ്രതിനിധിയാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. അല്ല, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, മീറ്റിംഗ് സമയമാണ്, PC വിശ്വനാഥ് ഉണ്ട്, കുറച്ച് MLA മാരൊക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിനീഷ് കുമാർ ഫോണിൽ നോക്കുമ്പോൾ ട്രോളുകളായി വരുന്നുണ്ട്. ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഇവിടെ പറയുന്ന ഒന്നും കേൾക്കില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം വിളമ്പാനായിരിക്കും ഇങ്ങനെ എന്നുള്ളത്. അപ്പൊ കാര്യങ്ങൾ കൂടി എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്, പഴയതുപോലെ അല്ല. ഇപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന കാര്യം മാറ്റി പറഞ്ഞാൽ അതിന്റെ ക്ലിപ്പിംഗ്സ് പോലും പുറത്തു വരുന്ന സമയമാണ്. അതുകൊണ്ട് പറയുന്ന പ്രസ്താവനകളും ആരോപണങ്ങളും ഒക്കെ ആലോചിച്ചിട്ട് കാര്യം. ഇനിയിപ്പോ ജിനീഷ് കുമാർ പറഞ്ഞ സത്യമാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ വിശ്വനാഥിനെതിരെ പറയാൻ വേണ്ടി വിശ്വനാഥ് ചിത്രമടക്കമാണ് കാണിക്കുന്നത്. ചിത്രമടക്കം ഞാനും അദ്ദേഹവും ഒരുമിച്ചുള്ള ചിത്രം. പിന്നെ മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ കണ്ടില്ലേ, അപ്പൊ മാധ്യമ പ്രവർത്തകർക്കും ഒരു മറുചോദ്യം ചോദിക്കാനില്ല. അപ്പൊ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആലോചിച്ച് മാത്രം ഉന്നയിക്കുക.